ഇനി ടോൾ തുടങ്ങുമ്പോൾ കൂടിയ നിരക്ക്. സെപ്റ്റംബർ 10 മുതൽ ടോൾ നിരക്ക് 5 മുതൽ 10 രൂപ വരെ ഉയരും. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാൻ NHAI കരാർ കമ്പനിയായ GIPLന് അനുമതി നൽകി. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയുള്ള വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് പോകുന്ന കാറുകൾക്ക് 90 രൂപ ടോൾ നൽകിയിരുന്നത് ഇനി 95 രൂപ നൽകേണ്ടി വരും. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 140 രൂപ എന്നതിൽ മാറ്റമില്ല. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 രൂപയായി ഉയരും. ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് 240 എന്നത് 245 രൂപയാകും. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപയായിരുന്നത് 330ഉം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 485 എന്നത് 495 രൂപയുമാകും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 എന്നത് 530 രൂപയും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 775 രൂപയായിരുന്നത് 795 രൂപയുമാകും. സെപ്റ്റംബർ 9 വരെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പാലിയേക്കരയിലെ ടോൾ പിരിവ് റദ്ദ് ചെയ്തിരിക്കുന്നതായും അറിയിപ്പുണ്ട്. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളും കരാർ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ടോൾ വർധന. പാലിയേക്കരയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. പുതിയ അടിപ്പാതകളുടെ നിർമ്മാണങ്ങളെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും റോഡ് തകർച്ചയുമാണ് ടോൾ പിരിവ് നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചത്. എന്നാൽ അടിപ്പാതകളുടെ നിർമ്മാണം മറ്റൊരു കരാർ കമ്പനിക്കാണെന്നും പ്രശ്നങ്ങൾക്ക് കാരണം തങ്ങളല്ലെന്നുമാണ് ടോൾ കരാർ കമ്പനിയായ GIPLന്റെ വാദഗതി. നിരന്തരം കരാർ ലംഘനം നടത്തുന്ന ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ടോൾ നിരക്ക് ഉയർത്താൻ അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നൽകിയ ഹർജി ഹൈക്കോടതിയിലുണ്ട്.